സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് അത്തം നക്ഷത്രക്കാർ അറിയാൻ ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നക്ഷത്രക്കാർ സദാ ഉന്മേഷവാന്മാരായിരിക്കും. ഒരേ സമയത്ത് ഇവർ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. ആദിത്യനാണ് ദേവത. ഇതിന്റെ ചിഹ്നം കൈപ്പത്തിയാണ്. ശുദ്ധ ഹൃദയരാകയാല് തങ്ങളിൽ നിന്ന് ഗുണം അനുഭവിച്ചവർ തന്നെ കൃതജ്ഞരായി മാറുന്ന സന്ദർഭങ്ങൾ കാണേണ്ടി വരും. സ്നേഹിതന്മാരെ ആകർഷിക്കാൻ ഇവർക്ക് കൗശലം കൂടും. സ്വന്തം വീട് വിട്ട് താമസിക്കുന്നവരായിരിക്കും ഇവർ. സ്ത്രീകൾ വളരെ ക്ഷമാശീലം കാണിക്കുന്നവരായിരിക്കും. സുഗന്ധ വസ്തുക്കളും പാത്രങ്ങളും മറ്റും ശേഖരിക്കുന്നതിൽ താല്പര്യം കാണിക്കും. പ്രിയദർശിനികളാകാൻ ഇവരെ എപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2024 പുതുവർഷ ഫലത്തില് അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ മിശ്ര ഫലമാണ് ഉണ്ടാവുക. ആരോഗ്യം ശ്രദ്ധിക്കണം. മനശല്യം, കാര്യമുടക്കം, കുടുംബസൗഖ്യം ഇവ ഉണ്ടാവുന്നതാണ്. സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും. വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ഒരിക്കലെടുത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അപ്പോൾ അത്തം നക്ഷത്രക്കാരുടെ ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലം നോക്കാം. ജനുവരി മാസത്തില് ബിസിനസ് രംഗത്ത് പുതിയ ശൈലി കൊണ്ടുവരികയും അവ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും. മാതാവിന്റെ സ്വത്തും ആഭരണങ്ങളൊക്കെ അനുഭവയോഗ്യമാകും. വീട്ടിൽ പല സുഖസൗകര്യങ്ങളും ഏർപ്പെടുത്തും. വിദേശികൾ മുഖേന ധനാഗമം ഉണ്ടാകും. ജോലിയിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. ആഭരണങ്ങളും മറ്റ് വിലപ്പെട്ട വസ്തുക്കളും അധീനതയിലാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും. സഹോദരങ്ങൾക്ക് അസുഖങ്ങൾ ബാധിച്ചെന്ന് വരാം. ശത്രുക്കളുടെ പ്രവർത്തനത്തിന് തൽക്കാലം വിരാമമുണ്ടാകും. ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. വിദേശത്ത് നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം. ഓഫീസ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ ശുഷ്കാന്തി പ്രകടിപ്പിക്കും. മേലാൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതായി കാണാം. വീട് പണിയിക്കുകയോ വാങ്ങുകയോ ചെയ്യും. വ്യാപാരത്തിൽ അപ്രതീക്ഷിതമായ ലാഭം കിട്ടും. ഫാക്ടറികളിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. ക്രയവിക്രയത്തില് മികച്ച ആദായം ലഭിക്കും. ബിസിനസ്സിലെ കാര്യക്ഷമത പ്രകടിപ്പിക്കും. വാടക ഇനത്തില് വരുമാനം കൂടും. സാമ്പത്തിക നില ഭദ്രമാകും. ബാങ്ക് ബാലൻസ് കൂടും. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ബന്ധുക്കൾക്ക് വേണ്ടി ധാരാളം ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. സ്ത്രീജനങ്ങൾ മുഖേന പല സഹായങ്ങളും ലഭിക്കും. ജോലിസ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കും. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കുറഞ്ഞതായി കാണാം. പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. കണ്ണ്, ചെവി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജന്മസ്ഥലത്തേക്ക് തിരിച്ച് താമസമാകും. ചില പ്രധാനപ്പെട്ട രേഖകളൊക്കെ കൈവശം വന്നു ചേരും. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. മുൻപുണ്ടായിരുന്ന കടം വീട്ടുന്നതിന് ശ്രമം നടത്തും. വീട്, വാഹനമോ ഒക്കെ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടായാലും ആഗ്രഹം സാധിക്കും. പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാകും. പലപ്പോഴും വിനാശകാരിയായ മനസ്ഥിതി ഉള്ളവരെന്ന് പറയും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. പല കാര്യങ്ങളിലും സ്വതന്ത്രവും നീതിപൂർവമായ തീരുമാനം കൈക്കൊള്ളും. ഉദാര മനസ്കത പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ മംഗളകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായിട്ട് വരും. വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ശ്രമം നടത്തും. തെരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയം കൈവരിക്കും. ചിത്രകലയിലൊക്കെ പ്രാവീണ്യം നേടും. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. പല വിധത്തിലുള്ള ശ്രേയസ് അനുഭവപ്പെടും. ഗ്രന്ഥകാരന്മാർക്ക് തങ്ങളുടെ രചനകളൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ലഭിക്കും. ജനമധ്യത്തില് പദവിയും പ്രശസ്തിയും വർദ്ധിക്കും. ഓഫീസുകളിൽ കൂടുതൽ നേരം ചെലവഴിക്കേണ്ടതായി വരും. മനസ്സും ശരീരവും സുഖം പ്രാപിക്കും. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. മറ്റുള്ളവർക്കിടയിൽ നല്ല അഭിപ്രായം സൃഷ്ടിക്കും. ബന്ധുജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും. ബിസിനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനിടയുണ്ട്. സിനിമ തുടങ്ങിയ കലാവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വളരെ കാലത്തെ ആഗ്രഹത്തിന് സാധിക്കും. ജോലി നഷ്ടപ്പെട്ട വീട്ടിലിരിക്കുന്നവർക്ക് അതേ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിക്കും. പുതിയ പല വിഷയങ്ങളും പഠിക്കാൻ താല്പര്യം കാണിക്കും. ചെറു യാത്രകളൊക്കെ സുഖകരമായി ഭവിക്കും. മറ്റുള്ളവർക്ക് ഉപദേശത്തിനും മറ്റുമായി തന്നെ സമീപിക്കുന്നത് കാണാം. പ്രേമകാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ചില ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കും. അതുപോലെ തന്നെ തന്റെ തീരുമാനം ചിലരെ വിഷമിപ്പിച്ചാലും അതിൽ ഉറച്ചു നിൽക്കും. പുതുതായി ജോലിയിൽ പ്രവേശിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്
ഉദ്യോഗക്കയറ്റം ലഭിക്കും. ബിസിനസ്സിൽ ചില്ലറ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈ നവംബർ മാസത്തെ ഫലം നോക്കാം. അവനവന്റെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും. തുണിക്കച്ചവടം പുതുതായി തുടങ്ങാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ കാലതാമസം നേരിടും. സമൂഹത്തിൽ പലവിധ അപമാനിതനാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായി സുഖമൊക്കെ പൊതുവെ കുറഞ്ഞെന്ന് വരാം. അയൽക്കാരുമായി നല്ല ശത്രുത പുലർത്തും. ഇനി ഡിസംബർ മാസത്തെ ഫലം നോക്കാം. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. ചില വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ ലഭിക്കും. പകുതിയാക്കിയ പ്രവർത്തനങ്ങൾ മുഴുവിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല നേട്ടം കാണപ്പെടും. വ്യാപാരത്തിലൊക്കെ വേണ്ടത്ര പുരോഗതി ഉണ്ടാവില്ല. ഭാര്യയുമായി കലഹിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 പുതുവർഷ ഫലം ഗുണദോഷ മിശ്ര ഫലമാണ്. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും വേണ്ട വഴിപാടുകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ദോഷഫലങ്ങളെല്ലാം തന്നെ കാഠിന്യം കുറഞ്ഞ് നല്ലതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.